നമസ്കാരം. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം സന്ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മാമലശ്ശേരി ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ നമ്മുടെ നാലമ്പല ദർശനം. എറണാകുളത്തു നിന്ന് തൃപ്പൂണിത്തുറ മുളന്തുരുത്തി വഴി പിറവത്തു നിന്നും മാമലശ്ശേരി എത്തിച്ചേരാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എണ്ണപ്പെട്ട രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാമലശ്ശേരി ശ്രീരാമ ക്ഷേത്രം. രാക്ഷസാന്തക മുകുന്ദ രാമ രാമ പാഹി മാം, ലക്ഷ്മണ സഹോദര ശുഭാവതാര പാഹി മാം. മാമലശ്ശേരി ശ്രീരാമക്ഷേത്രം മാൻവേഷം പൂണ്ട മായാവിയായ രാവണമാതുലൻ മാരീചനെ വധിച്ച് സീതാവിരഹിയായി വനത്തിൽ കഴിയുന്ന ശ്രീരാമന്റെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. വട്ടശ്രീകോവിലിൽ കിഴക്കു ദർശനമായി ശിലാവിഗ്രഹത്തിലുള്ള പ്രതിഷ്ഠയാണിത്. പ്രധാന ഉപദേവനായ ഹനുമാൻ ശ്രീരാമന്റെ ഓവുതാങ്ങിയായി വടക്ക് ദർശനമായി ശ്രീകോവിലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. രാമബാണമേറ്റ് മാൻ മലച്ചു വീണ സ്ഥലം മാൻ മലച്ചേരിയായും പിൽക്കാലത്ത് മാമലശ്ശേരിയായും അറിയപ്പെട്ടു. ചിതറിയ മാനിന്റെ മേൽഭാഗം വീണിടം മേമുറിയായും കീഴ്ഭാഗം വീണിടം കീഴ്മുറിയായും അറിയപ്പെടുന്നു. ഉദ്ദിഷ്ട കാര്യലബ്ധിക്കും സർവൈശ്വര്യത്തിനും ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണവും ഹനുമാൻ സ്വാമിക്ക് ഗദസമർപ്പണവും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഇപ്പോഴും നിങ്ങൾ വില്ലേജിൽ പരിശോധിച്ചാൽ മാനാടി പാടശേഖരം, ഇതെല്ലാം എന്തോ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗങ്ങളാണ്. രാജാക്കന്മാരാൽ പണികരിപ്പിച്ചു എന്നാണ് സ്ഥലം. മൂവാറ്റുപുഴയാർ ക്ഷേത്രാങ്കണത്തെ തഴുകി ഒഴുകുന്നു. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് മേമുറി ഭരതപ്പള്ളി ഭരതക്ഷേത്രം. ശ്രീരാമന്റെ വനവാസ യാത്ര അറിഞ്ഞ് തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതിന് സൈന്യത്തോടൊപ്പം യാത്രാമധ്യേ ഭരതൻ ഒറ്റപ്പെട്ടു പോയ സ്ഥലത്താണ് ക്ഷേത്രം. ഭരതസ്വാമി എത്തിച്ചേർന്ന് വിശ്രമിച്ച സ്ഥലം ഭരതപ്പള്ളി എന്നറിയപ്പെടുകയും അവിടെ താമസിച്ചിരുന്നവർ ഭരതസ്വാമിയെ തങ്ങളുടെ രാജാവായി കരുതി വാഴിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചു പോരുന്നു. പടിഞ്ഞാറ് ദർശനമായി ചതുരശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ അനുഗ്രഹാശിസുകളേകി ഭരതസ്വാമി കുടികൊള്ളുന്നു. മെതിയടി സമർപ്പണം ഇവിടുത്തെ പ്രത്യേക വഴിപാടാകുന്നു. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നാലമ്പല വഴിയിലെ മൂന്നാമത്തെ ക്ഷേത്രം മൂളക്കുളം ലക്ഷ്മണ ക്ഷേത്രം. രാമന്റെ സന്തത സഹചാരിയായ സൗമിത്രി തിരുമൂഴിക്കുളത്തു നിന്നും ശിവേലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. രാക്ഷസാന്തക മുകുന്ദ രാമ
രാക്ഷസാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ലക്ഷ്മണ സഹോദര ശുഭാവതാര പാഹി മാം ഭരതനോടൊപ്പം ശ്രീരാമനെ തിരികെ കൊണ്ടുവരുന്നതിനായി പുറപ്പെട്ട ശത്രുഘ്നൻ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട സ്ഥലത്താണ് നെടുങ്ങോട് ശത്രുഘ്ന ക്ഷേത്രം നിലകൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. കിഴക്കൂട്ട് ദർശനമായി ചതുരശ്രീ കോവിലിൽ ശിലാവിഗ്രഹത്തിൽ സർവശത്രുദോഷങ്ങളും അകറ്റി നെടുങ്ങോട്ട് തേവരായി ശത്രുഘ്നസ്വാമി കുടികൊള്ളുന്നു. കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും നിലനിൽക്കാൻ ശ്രീചക്ര സമർപ്പണം ഇവിടുത്തെ പ്രത്യേക വഴിപാടാണ്. മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മേമറി ഭരതക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണക്ഷേത്രം, നെടുങ്ങോട് ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിന് ശേഷം മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ തന്നെ അവസാനിക്കുന്ന വിധമാണ് ഈ നാലമ്പല ദർശനക്രമം. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് ദർശന സമയം.